യൂറിയും പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രേതത്തെ പുറത്തെടുത്തതിനു ശേഷം ഗംഗ്ചോരിയുടെ സഹായത്തോടു കൂടി തന്നെ അതിനെ പിടിച്ചു കെട്ടുകയാണ്. രാജാവിന്റെ വൈഫിന്റെ തലയണയ്ക്കുള്ളിൽ വെച്ച തലയോട്ടി നിങ്ങളുടേതല്ലേ, അതുകൊണ്ടല്ലേ എല്ലാ ദിവസവും രാത്രി നിങ്ങളും അവരുടെ സ്വപ്നത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. നിങ്ങൾ ആരാണ്, നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള അടക്കൊക്കെ ഞങ്ങൾ നടത്തുന്നതായിരിക്കുമെന്ന് യൂറിയും ആ ഒരു പ്രേതത്തിന്റെ അടുത്തായിട്ടും പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളും ആ ആഗ്രഹം സാധിച്ചു തരികയാണെങ്കിൽ ആരാണ് എന്നെ ഇവിടേക്ക് അയച്ചതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കുമെന്ന് പ്രേതം പറഞ്ഞത് പ്രകാരം യൂറിയും ഇപ്പോൾ രാജാവിനെ ചെന്ന് കാണുന്നു. അതായത് ഈ ഒരു പ്രേതം ആരാണ്, അയാളുടെ വീട് എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രേതവും ഇപ്പോൾ യൂറിയുടെ അടുത്തായിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നു. അവസാനമായിട്ട് സ്വന്തം വീട്ടിൽ ചെന്ന് മകളെ കാണുക എന്നതാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അയാൾ പറഞ്ഞത് പ്രകാരം യൂറിയും ആ ഒരു കാര്യം രാജാവിനെ അറിയിക്കുമ്പോഴത്തേക്കും യൂറിക്ക് ശാപമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും യൂറി റിക്കവർ ആയോ എന്നൊക്കെ രാജാവും അന്വേഷിക്കുന്നു. കൂടാതെ യൂറിക്ക് സേഫായിട്ട് പോകുവാനായിട്ട് ഒരു കുതിരനെ പോലും രാജാവ് ഏർപ്പെടുത്തുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും കങ്ചൂരിക്കും ശരിക്കും അസൂയ തോന്നുന്നു. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് രാജാവിന്റെ വൈഫ് റെസ്റ്റ് എടുക്കുകയാണ്. അതേസമയം അതേ ശാപം കിട്ടിയിട്ടുണ്ടായിരുന്ന നിന്നോട് കുതിരപ്പുറത്ത് പോകുവാനായിട്ടാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഒരു പല്ലക്ക് വല്ലതും നിനക്ക് വേണ്ടി തയ്യാറാക്കി തരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കങ്ചോരിയും രാജാവിന്റെ അടുത്ത് തർക്കിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും യൂറിയും അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗംഗ്ചോരിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ശരിക്കും ഗംഗ്ചോരിക്ക് ഒരു അസൂയയൊക്കെ തോന്നിക്കുവാനായിട്ടായിരുന്നു രാജാവ് യൂറിയുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ തിരഞ്ഞു പിടിച്ച് മൂക്കി കൊല്ലുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങള് കണ്ണു കാണാത്ത മന്ത്രവാദിയെ ഒരാൾ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും അയാളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണ് മന്ത്രവാദിയും. അതായത് ഇത് കയ്യിലുണ്ടെങ്കിൽ ഒരു ഇമോക്കിയും അയാളെ അറ്റാക്ക് ചെയ്യുകയില്ല എന്ന രീതിക്കാണ് മന്ത്രവാദി പറയുന്നത്. മിനിസ്റ്റർ ക്വാക്കിനും ഇതിലൊന്നും തന്നെ വിശ്വാസമില്ലെങ്കിൽ പോലും എങ്ങാനും ഇമോക്കി തന്നെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വന്നാലോ എന്ന പേടി കാരണം അതിലൊരു പേപ്പറൊക്കെ സ്വന്തമാക്കി വെക്കുന്നുമുണ്ട്. പ്രേതം പറഞ്ഞത് പ്രകാരം ഇപ്പോൾ പ്രേതത്തിന്റെ സ്കള്ള് അയാളുടെ മകളെ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന മകളും ആകെ തകർന്നു പോയി കരയുന്നു. ഈ ഒരു സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന പ്രേതവും യൂറിയുടെ അടുത്ത് മറ്റൊരു സഹായം കൂടി ചോദിക്കുന്നു. അതായത് എന്റെ മകൾ ഇപ്പോൾ ആകെ തളർന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവളെ സമാധാനിപ്പിക്കുവാനായിട്ട് കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ ബോഡി എനിക്ക് നൽകാമോ എന്ന രീതിക്കായിരുന്നു പ്രേതം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂറി മകളുടെ വിഷമമൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു ആഗ്രഹം സാധിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ പ്രേതവും യൂറിയുടെ ശരീരത്തിൽ കയറുകയാണ്. പണ്ട് ഈ ഒരു പ്രേതത്തിന്റെ മകള് മീൻ പിടിച്ചോണ്ടിരുന്ന സമയത്ത് മീൻവല വെള്ളത്തിൽ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മീൻവല എടുക്കുവാനായിട്ട് മകളും വെള്ളത്തിലേക്ക് ഇറങ്ങി. അന്ന് അച്ഛൻ ഒരുപാട് തവണ അവളോട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അനുസരണയില്ലാത്ത മകളെ രക്ഷിക്കുവാനായിട്ടായിരുന്നു അച്ഛനും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോൾ വലിയൊരു വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് മകളെ രക്ഷിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ഒഴുക്കിൽപ്പെട്ട് അച്ഛൻ മരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അന്ന് സംഭവിച്ചതൊന്നും തന്നെ നിന്റെ തെറ്റ് കാരണമല്ല എന്നും നീ ഒരിക്കലും വിഷമിക്കുവാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രേതവും അവളെ ആശ്വസിപ്പിക്കുന്നു. കൂടാതെ അയാളെ അടക്കം ചെയ്യണമെന്ന ഒരാഗ്രഹം കൂടി അയാളും മകളുടെ അടുത്തായിട്ട് പറയുകയാണ്. മകള് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുട്ടിയുമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ ഇപ്പോൾ യൂറിയുടെ ശരീരത്തിൽ നിന്നും പ്രേതവും ഇറങ്ങിപ്പോകുന്നു. തനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രേതവും പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പ്രേതം വെള്ളത്തിലൊക്കെ ആയിരുന്നല്ലോ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ പ്രേതത്തിന്റെ തലയോട്ടി കണ്ണു കാണാത്തൊരു മന്ത്രവാദി കണ്ടെത്തുകയും ആ ഒരു തലയോട്ടിയിൽ ഒരുപാട് മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഒരു പ്രതികാരം ചെയ്യുന്ന രീതിക്കുള്ള പ്രേതമാക്കി അയാളെ മാറ്റുകയായിരുന്നു. ആ മന്ത്രവാദിയുടെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് അറിയുകയില്ല. പക്ഷേ യാപ്പർ എന്നാണ് അയാളെ പൊതുവെ വിളിക്കുന്നത്. കൂടാതെ കണ്ണ് കാണാത്ത ആൾക്കാർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു ഇത്രയും കാലം എന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതും. രാജാവിന്റെ വംശത്തിൽ നിന്നുമുള്ള ഒരാളെ കൊല്ലുകയാണ് എങ്കിൽ എന്നെ എന്റെ മകളെ കാണിച്ചു തരാമെന്ന രീതിക്കായിരുന്നു അയാൾ പറഞ്ഞത്. അതൊക്കെ വിശ്വസിച്ചാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ കൂട്ടു നിന്നിട്ടുണ്ടായിരുന്നതും. ഇത്രയും കാര്യങ്ങൾ പ്രേതം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നേരത്തെ 8 അടി പ്രേതം രാജകുമാരന്റെ ശരീരത്തിലായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു യാപ്പറിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് യൂറിയും ഓർക്കുന്നു. സോ രണ്ടിടത്തും ഒരേ മന്ത്രവാദി തന്നെയാണ് ഉള്ളതെന്നും ഈ യാപ്പർ ആരാണെന്ന് താൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്നും യൂറിയും ഓർക്കുകയാണ്. ഗംഗ്ചോറിനെ കാണുവാനായിട്ട് നാട്ടിലെത്തിയതായിരുന്നു ഗാസോപ്പും. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഗാസോപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന സന്യാസിനെ കാണാതാകുമ്പോഴത്തേക്കും അയാളും സന്യാസിനെ അന്വേഷിച്ചിറങ്ങുന്നു. ഈ ഒരു സമയത്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സന്യാസിനെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിനടുത്തായിട്ട് തന്നെ ഒറ്റക്കല്ലൻ പ്രേതം നടന്നു പോകുന്ന ഒരു കാഴ്ച കൂടി അവനും കാണുകയാണ്.
എല്ലാ രീതിക്കുള്ള ബുക്കുമുള്ള ഒരു കടയിലേക്ക് വോണി എത്തിയിരിക്കുകയാണ്. പക്ഷെ വോണിയും ഒരു പ്രത്യേക ബുക്കായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കൂട്ടത്തിൽ നിന്നും ബുക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്ന വോണിയും കടക്കാരന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുവാനായിട്ട് ശ്രമിക്കുന്നു. അതേസമയം വോണിയുവിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഒറ്റക്കാലൻ പ്രേതവും നോക്കുകയാണ്. അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്തില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അയാളും അവിടെ ഉണ്ടായിരുന്ന കുറേയധികം പാത്രങ്ങളൊക്കെ വോണിയുടെ മേത്തേക്ക് ഇടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഗാസോപ്പും പോണിയോനെ രക്ഷിക്കുന്നു. കൂടാതെ ഗാസോപ്പിന് പ്രേതത്തിനെ കാണുവാനുള്ള കഴിവ് ഉള്ളത് കൊണ്ട് തന്നെ പ്രേതത്തിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പ്രേതവും പോകുന്നു. വോണിയുവിനെ ഒരു പ്രേതമാണ് അറ്റാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നും വോണിയു ആരുടെയോ അടുത്തൊരു തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതുപോലെ പ്രേതം അയാളെ തന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ ഗാസോപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും താൻ ഇതുവരെയായിട്ടും ആരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ തന്റെ ശത്രുവായിട്ട് ആരും തന്നെ ഇല്ല എന്നുമുള്ള രീതിക്കാണ് വോണിയവും സംസാരിക്കുന്നത്. കൂടാതെ ബോണിയോനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ അവർക്ക് കഴിക്കുവാനായിട്ടുള്ള ഒരുപാട് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷമാണ് ബോണിയും അവരെ പറഞ്ഞയക്കുന്നത്. പ്രേതം കൊടുത്തിട്ടുണ്ടായിരുന്ന ശാപമൊക്കെ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ ആരാണ് പ്രേതത്തെ പറഞ്ഞയച്ചതെന്ന് ഉറപ്പായിട്ടും രാജാവ് അന്വേഷിക്കുന്നതാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ അടുത്തേക്കും അന്വേഷണമൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇല്ലാതാക്കണമെന്ന രീതിക്കാണ് കണ്ണ് കാണാത്ത മന്ത്രവാദി പറയുന്നത്. കൂടാതെ കണ്ണ് കാണത്തില്ലാത്ത ഒരാളായിരുന്നു മന്ത്രവാദി എന്ന കാര്യമൊക്കെ ഉറപ്പായിട്ടും പ്രേതം പറയുമല്ലോ. സോ നമ്മുടെ ഈ ഒരു അസോസിയേഷനിൽ പോലും അന്വേഷണം ഉണ്ടാകുമെന്ന രീതിക്ക് അയാളും ഉറപ്പിച്ചു പറയുന്നു. അതേസമയം രാജാവ് അയച്ച ആൾക്കാര് അയാളുടെ അസോസിയേഷനിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചോദ്യം ചെയ്യുകയാണ്. നിലവിൽ ആരാണ് മന്ത്രവാദി എന്നൊന്നും തന്നെ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കണ്ണ് കാണത്തില്ലാത്ത ഫോർച്യൂൺ ടെല്ലേഴ്സിനൊക്കെ കൂട്ടിക്കൊണ്ടാണ് അവരും പോക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ കണ്ണ് കാണാത്ത മന്ത്രവാദിയുടെ റൂമിനകത്ത് കയറിയിട്ട് മൊത്തത്തിൽ പടയാളിയും അരിച്ചു പെറുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരു ഡീറ്റെയിൽസും അയാൾക്കും കിട്ടുന്നില്ല. ആകെ റൂമിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ കണ്ണ് കാണാത്ത മന്ത്രവാദിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയാണ്. പക്ഷെ അയാളും താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും തനിക്ക് ഒന്നും തന്നെ അറിയിക്കയില്ല എന്നുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അയാളെ കൂടി പിടിച്ചുകൊണ്ടൊക്കെ പോവുകയാണ് പടയാളിയും. കണ്ണ് കാണാത്ത മന്ത്രവാദിയുടെ അടുത്ത് യാപ്ര എന്ന പേരുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന രീതിക്കായിരുന്നു രാജാവും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരാളെ തനിക്ക് അറിയുകയില്ല എന്ന് അയാളും പറയുന്നു. കൂടാതെ രാജ്ഞിയുടെ അടുത്ത് നീ സ്ഥിരമായിട്ട് പോകാറൊക്കെ ഉണ്ടല്ലോ, അത് എന്തിനായിരുന്നു എന്ന രീതിക്ക് രാജാവ് ചോദിക്കുമ്പോഴത്തേക്കും രാജ്ഞിയുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം രാജ്ഞി ഒരുപാട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ രാജ്ഞിക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങളിലെല്ലാം തന്നെ വിശ്വാസവും തോന്നി. അങ്ങനെയിരിക്കെ ആയിരുന്നു ഞാനും രാജ്ഞിനെ ആദ്യമായി പോയി കണ്ടിട്ടുണ്ടായിരുന്നെന്നും തുടർന്ന് രാജ്ഞിനെ സ്ഥിരമായി കണ്ട് രാജ്ഞിയുടെ അടുത്ത് സംസാരിക്കാറുണ്ട് എന്നുമുള്ള രീതിക്കാണ് അയാളും പറയുന്നത്. കൂടാതെ രാജ്ഞിക്ക് വരുവാൻ പോകുന്ന നിർഭാഗ്യങ്ങളെ തടുക്കുവാനായിട്ട് മാത്രമേ താൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന രീതിക്കും സംസാരിക്കുന്നു. കണ്ണ് കാണാത്ത ആൾക്കാർ താമസിക്കുന്ന സ്ഥലം മൊത്തത്തിൽ അരിച്ചുപെറുക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആരാണ് യാപ്പർ എന്ന് തനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്ന കാര്യമെല്ലാം തന്നെ പടയാളി തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രാജാവും അവരിൽ ഒരാളായിരിക്കും എന്തായാലും യാപ്പർ. ആ ഒരാൾ ആരാണെന്ന് അവരായിട്ട് പറയുന്നിടം വരെ അവരെ ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനായിട്ട് പാടില്ല എന്ന രീതിക്കാണ് പറയുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.